Welcome to English First. Like, comment, subscribe and click the bell. ഹലോ ഡിയേഴ്സ്, മക്കളെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നുള്ള ലെസനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ട് എന്നുള്ള റൈറ്ററാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ് റൈറ്റർ നമ്മളോട് ഇൻ എ വേ പറയുന്നത്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എല്ലാവർക്കുള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. നമ്മൾ സന്തോഷത്തോടുകൂടി മറ്റ് സഹജീവികളുമായിട്ട് ജീവിക്കേണ്ടതാണ്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഇസ് ഓൾവേസ് മെസ്മറൈസിങ്. ഒരു മാസ്മരികത തന്നെയാണ് പ്രകൃതിയായിട്ട് ഇരിക്കുക എന്നുള്ളത്. നിങ്ങൾക്കിതുപോലത്തെ ഒരു അനുഭവം എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? Let's read how a boy experienced and blended with nature the essence of nature. അപ്പോൾ ഇതിൽ കാണുന്ന ഒരു ചെറിയ കുട്ടി, ഒരു പ്രോട്ടഗോണിസ്റ്റ് വന്നിട്ട് ഒരു ബോയാണ്. അവൻ്റെ അനുഭവം ബാനിയൻ ട്രീയിൽ ഇരുന്നിട്ടുള്ള എങ്ങനെയാണെന്നാണ് റസ്കിൻ ബോണ്ട് നമ്മുടെ സ്റ്റോറിയിലൂടെ പറഞ്ഞു തരുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ലെറ്റ്സ് മൂവ് ടു ദ ലെസൺ. Though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could not climb it. അപ്പോൾ ഈ മുത്തശ്ശൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഈ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ആൺകുട്ടി പറയണു, ഈ വീട്ടിലെ എല്ലാ വസ്തുക്കളും മുത്തശ്ശൻ്റെ ആണെങ്കിൽ ഈ ബാനിയൻ ട്രീ മാത്രം എൻ്റെയാണ്. കാരണം chiefly because grandfather at the age of 65 could no longer climb it. മുത്തശ്ശന് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശന് ഇവിടെ മാത്രം ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാവരുടെയും മുത്തശ്ശൻ്റെ ഡൊമെയിനാണ്. ഗ്രാൻഡ്മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. അമ്മമ്മയാണെങ്കിലോ മുത്തശ്ശിയാണെങ്കിലോ എന്നും മുത്തശ്ശനെ പരിഹസിക്കുമായിരുന്നു. എന്ത് പറഞ്ഞിട്ട്? ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൈൻ കൗണ്ടസ് ഓഫ് ഡെസ്റ്റമൻ, ആൻ ഇംഗ്ലീഷ് വുമൺ who lived in the age of 117. അതായത് 117 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള കൗണ്ട് ഡെസ്റ്റമൺ എന്നുള്ള ലേഡി, ഒരു ഇംഗ്ലീഷ് വുമൻ who have lived longer if she hadn't fallen while climbing an apple tree. ഒരു ആപ്പിൾ മരം ഇല്ലായിരുന്നു എങ്കിൽ ആ മുത്തശ്ശി അവിടെ വീണ് മരിക്കില്ലായിരുന്നു. അപ്പം അത് പേടിച്ചിട്ടാവണം മുത്തശ്ശൻ മരം കയറാത്തതെന്നാണ് പറയണത്. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ആലമരം പോലെ തന്നെയാണ്. അതെങ്ങനെയുള്ളത്? സ്പ്രെഡിങ് ബ്രാഞ്ചസ്, വലിയ വലിയ ശാഖകളുമായിട്ട് അതിൻ്റെ വേര് താഴേക്കും തിരിച്ച് മുകളിലേക്കും പോയിട്ട് ജട പിടിച്ച് കിടക്കുന്ന പോലെ, മെയ്സ് ഓഫ് ആർച്ചസ് കിടക്കുന്ന പോലെ, അവിടെ ഇവിടെയും വള്ളികൾ തൂങ്ങിയ പോലെ, ഗേവ് എൻലെസ് പ്ലഷർ. അത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അവസാനമില്ലാത്തൊരു സന്തോഷമായിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്തു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. ഇതാണ് ചിൽഡ്രൻ അതിൻ്റെ പ്രത്യേകത. ട്രീ എങ്ങനെയായിരുന്നു? ഇത്ര ഹൗസിനെക്കാളിലും ഓൾഡറായിരുന്നു, ഗ്രാൻഡ് ഫാദറിനെക്കാളിലും ഓൾഡറായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്. അപ്പോൾ മക്കൾ നോക്കണം, ഈ കഥ എവിടെ നടക്കണ? ഡെഹ്റ ടൗണിലാണ് നടക്കണ. ഹിമാലയൻ താഴ്വരകളുടെ അടിവാരത്ത് നടക്കുന്ന ഡെഹ്റ ടൗണിലാണ് കഥ നടക്കണം കേട്ടോ. അതൊക്കെ നോക്കി വെച്ചോളാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ലെറ്റർ റൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്കുരിൽ. പുതിയ ക്യാരക്ടർ നമ്മൾ കണ്ടു. ബോയിന് ശേഷം ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞ ശേഷം ഒരു ഗ്രേ സ്കുരിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സാധാരണ അണ്ണാൻ കുഞ്ഞുങ്ങൾ എങ്ങനെ നിൽക്കുക? മുതുക് കുനിഞ്ഞ് നിൽക്കും അല്ലേ? അങ്ങനെ നിന്ന് രണ്ട് കൈയും പൊക്കി ആകാശത്തേക്ക് ഇങ്ങനെ മണം പിടിച്ചു. ഹി സീംഡ് ദ ഫസ്റ്റ് ഓഫ് റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആരോ കടന്നു കയറിയിട്ടുണ്ടല്ലോ എൻ്റെ പ്രദേശത്തിലേക്ക്. ആരാ അത്? But when he found that I did not arm in myself with a catapult or air gun, he became friendlier. എൻ്റെ കയ്യിൽ ഒരു മാരകായുധങ്ങളും ഇല്ലയെന്ന് കണ്ടപ്പോൾ ആ ഗ്രേ സ്കുരിൽ ഞാനുമായിട്ട് ഫ്രണ്ട്ലി ആയി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്, ഞാൻ എൻ്റെ കയ്യിലത്തുള്ള കേക്കും ബിസ്ക്കറ്റും ഒക്കെ അവന് കൊടുത്തു.
and he grew bolder and finally became familiar enough to take food from my hands. അപ്പോൾ പതുക്കെ ചങ്ങാത്തം കൂടി അവന് മനസ്സിലായി ഞാൻ ദ്രോഹിക്കുന്നില്ല എന്നുള്ളതും അവന് ധൈര്യം വന്നു, ധൈര്യമായി. ആൻഡ് ഫൈനലി അവസാനം ഹി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് ആഹാര സാധനങ്ങൾ എടുക്കാനും അവൻ റെഡിയായി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് to whatever he could find. He was very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a woman. Before long, he was delving into my pocket. അധികം താമസിയാതെ അവൻ എൻ്റെ പോക്കറ്റിൽ ഊഴ്ന്നിറങ്ങി തിരയാനൊക്കെ തുടങ്ങി, തന്നെ തപ്പാൻ തുടങ്ങി, ബിസ്ക്കറ്റോ മറ്റോ കൊണ്ടുവന്നുണ്ടോ വിചാരിച്ചിട്ട്. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. അത് മാത്രമല്ല പിന്നെന്തൊക്കെയാണ് കിട്ടുക എൻ്റെ പോക്കറ്റ് തപ്പാനും തുടങ്ങി. ഹി വാസ് വെരി യങ് സ്കുറിൽ, നല്ല സ്കുറിലാണ്. പക്ഷെ അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും വിചാരിച്ചു ഇവൻ എന്ത് അഹംഭാവിയാണ്, ഫൂളിഷാണ്, ഈ മനുഷ്യന്മാരെങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ, വിശ്വസിക്കാൻ. ഇൻ ദ സ്പ്രിങ് വെൻ ദ ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അപ്പം ആ ബാനിയൻ ട്രീയിൽ മൊത്തം അത്തിപ്പഴങ്ങൾ വരാൻ തുടങ്ങി സ്പ്രിങ് സീസണിൽ. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ്. അപ്പോൾ ഈ സാധാരണ ആലുമരത്തിലൊക്കെ പഴങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ തരം പക്ഷികളും വരും. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബേർഡ്സ് കൂടാണ്ട് ദ റെഡ് ബോട്ടംഡ് ബുൾ, ചിയർ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാറ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, എല്ലാ തരം പക്ഷികളും. റെഡ് ബോട്ടംഡ് ബുൾബുളും പിന്നെ ഗോസിപ്പിംഗ് റോസി പാറ്റേഴ്സും പാരറ്റ്, ക്രോ എല്ലാം, തത്തമ്മയും കാക്കയും ബുൾബുളും പാസ്റ്റേഴ്സും എല്ലാം വരാൻ തുടങ്ങി. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, തമ്മിൽ അടിപിടി കൂടാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഏറ്റവും ബഹളം എവിടെയാണ് ഈ ഫിഗ് സീസണിൽ ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്ങിലുണ്ടായിട്ടുള്ള ഈ ഫിഗ് മൊത്തം കഴിക്കാൻ വന്നിട്ടുള്ള ഈ പക്ഷിക്കൂട്ടങ്ങളുടെ കലവില ശബ്ദമാണ് അവിടെ കേൾക്കുക. ഇവിടെ മക്കൾക്ക് കാണുന്നുണ്ട് അണ്ണാങ്കുഞ്ഞിനെ പിടിക്കുന്ന നമ്മുടെ സ്മോൾ ബോയ്. Halfway up the tree, I had built up a platform on which I could often spend the afternoons. അപ്പോൾ ഉച്ച സമയമാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ കയറി ഇങ്ങനെ ഇരിക്കും. പ്ലാറ്റ്ഫോം പോലത്തെ ഒരു പ്ലേസ് പോയിരിക്കും പരന്ന സ്ഥലത്ത്. വെൻ ഇറ്റ് വാസൻ ടു ഹോട്ട്, സ്പ്രിങ് സീസണാണ്, അവിടെ ഫിഗൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു, ബേർഡ്സൊക്കെ ഉണ്ട് അവിടെ. ഒപ്പം തന്നെ ഹോട്ട് സീസണല്ല, ഹോട്ട് ടൈം അല്ലാത്തപ്പോൾ ഞാൻ വേഗം ആഫ്റ്റർനൂൺ ടൈംസൊക്കെ എൻ്റെ സ്പെൻഡ് ചെയ്യുന്ന ആ മരത്തിൻ്റെ മുകളിലാണ്. I could read there, propping myself up against the bole of the tree with cushions taken from my drawing room. ഞാൻ സൗകര്യപ്രദമായിട്ട് സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമിൽ നിന്ന് ഡ്രോയിങ് റൂമിൽ നിന്ന് കുഷൻ കൊണ്ടുപോയി ചെരിഞ്ഞിരിക്കാൻ പാകത്തിൽ ഞാനൊരു പ്ലേസ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്തൊക്കെ ചെയ്യുമായിരുന്നു? വായിക്കുമായിരുന്നു. എന്തൊക്കെ ബുക്സാണ് വായിക്കുമായിരുന്നു? ഇതൊന്നും കൂടി ശ്രദ്ധിക്കണേ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ്, the novels of Edgar Rice Burroughs and Louisa May Alcott's made up my bag of very mixed reading. നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റോറി ഫെയറി സ്റ്റോറീസ് ആണെന്നോ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മിക്സഡ് റീഡിംഗ് ആയിട്ടുള്ള ബുക്സുമായിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ട് പോയിട്ട് എൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കണം. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ് ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ഉറക്കം വായിക്കാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും, താഴെ നോക്കി ഇരിക്കും. ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിങ്സ്, അറ്റ് ദ കുക്ക് ക്വാർലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെൻഡർ ഓർ ദ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾസ്. എന്തൊക്കെ കാണുമായിരുന്നു മക്കളെ മുകളിലിരുന്നിട്ട്? ഗ്രാൻഡ്മ തിരുമ്പിക്കൊണ്ട് തുണി ഉണക്കാനിടുന്നതും തിരിച്ചെടുത്തുകൊണ്ട് വരുന്നതും, കുക്ക് ഫ്രൂട്ട് വെൻഡറും തമ്മിൽ, ഫ്രൂട്ട് വെൻഡർ വെച്ച് പഴക്കച്ചവടക്കാരൻ തമ്മിൽ തല്ലുകൂടുന്ന, മുത്തശ്ശൻ പിറുപിറു പറയുന്നതും ആരോട്? ഇന്ത്യൻ മാരിഗോൾസ് വെച്ചാൽ നമ്മളുടെ ജമന്തി പൂവില്, അപ്പം ഇന്ത്യൻ മാരിഗോൾസ് അതുമൊക്കെ ആയിട്ട് സംസാരിക്കുക. സാധാരണ നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ സംസാരിക്കുമല്ലോ നമ്മളുടെ ചെടികളോട്, അതുപോലെ മുത്തശ്ശനും ഗ്രംബിളിയ പിറുപിറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിച്ച് ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഇസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. ബാക്കിയുള്ള ചെടികളെ പോലെ നീ എന്താ വളരാത്തതെന്ന് മാരിഗോൾഡിനോട് മുത്തശ്ശൻ പരാതി പറയുന്നത് ഞാൻ മുകളിലിരുന്ന് കേൾക്കും. Usually nothing very excited happened while I was in the banyan tree, but on one particular afternoon, സാധാരണ ഇതന്നെ സംഭവിച്ചിരുന്നു. മുത്തശ്ശി തുണി ഉണക്കാനിട കൊണ്ടുപോകുന്നതും
കുക്കും ഫ്രൂട്ട് വെൻഡറും തല്ലുകൂടുന്നതും ഗ്രാൻഡ് പാ നമ്മുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സുമായിട്ട് തല്ലുകൂടുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ അന്നൊരു പ്രത്യേക ആഫ്റ്റർനൂണിൽ, ഒരു പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ സീസൺ മൊത്തം എക്സൈറ്റ്മെൻ്റ് ആവുന്ന ഒരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര. നമ്മളിപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞ ശേഷം കാണുന്ന ഗ്രേ സ്കുരിലിനെ കണ്ടു. അതിനുശേഷം പിന്നെ കാണുന്നതാണ് മംഗൂസും കോബ്രയും. That was the first time I saw a mongoose and a cobra fight to death in the garden. സാധാരണ മംഗൂസും കീരിയും പാമ്പും എന്താണ്? ശത്രുക്കളാണ്. അതന്നെ ഇവിടെയും കണ്ടത്. While I sat directly above them in the banyan tree. എൻ്റെ ബാനിയൻ ട്രീയുടെ തൊട്ട ചുവട്ടിലാണ് അവർ തല്ലുകൂടുന്നത്. It was an April afternoon and a warm breeze of approaching summer had sent everyone, including my grandfather, indoors. ചൂട് കൂടിയതും കൊണ്ട് എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും. ആ ഉച്ച സമയത്ത് എൻ്റെ മുത്തശ്ശനും ഇൻഡോഴ്സിലാണ്, ഉള്ളിലാണ്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. മൈസെൽഫ് ആൻഡ് വാസ് വോണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ഐ വാസ് വണ്ടറിങ്, എന്ത് ചെയ്യായിരുന്നു ഞാൻ ഈ പോയിട്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പോണ്ട്, കുളത്ത് പോകണോ, സ്വിം ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ ക്ലംപ് ഓഫ് കാക്ടസ്. അവിടെ കാക്ടസിൻ്റെ ഒരു കൂട്ടം ചെടികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇഴഞ്ഞു വരുന്നു നമ്മുടെ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര വരുന്നു. ആൻഡ് ഈ വലിയ മൂർഖൻ പാമ്പ് വന്നു. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അത് ഈ ചൂട് സമയമായതുകൊണ്ട് തണുപ്പ് തിരഞ്ഞ് വന്നതാ. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ. ഞാൻ എന്നും എൻ്റെ ബാനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഫ്രണ്ടാണ് മംഗൂസ്. അപ്പോൾ ആ മംഗൂസിനെയും ഞാൻ അന്ന് കണ്ടു. ഇപ്പോൾ തൽക്കാലം ഫ്രണ്ട് ആയിട്ടില്ല അല്ലേ? ആര് മാത്രമേ ഫ്രണ്ടുള്ളൂ? നമ്മുടെ ബോയിൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൃഗം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രേ സ്കുരിലാണ്. മംഗൂസ് അല്ല, പക്ഷെ മംഗൂസിനെ സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട്. ഇറ്റ് എമേർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. പാമ്പിനെ കണ്ടതും അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക്, ഇൻ എ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. രണ്ടാളും മുഖാമുഖം ഏറ്റുമുട്ടാൻ റെഡിയായി വന്നു. കോബ്ര ഓൺലി ന്യൂ ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet ലോങ് വാസ് എ സൂപ്പർ ഫൈറ്റർ, clever and aggressive. Cobra knew only too well that the grey mongoose 3 feet long, കോബ്രയെക്കാളും കുഞ്ഞാണ് നമ്മളുടെ മംഗൂസ്, 3 feet ലോങ്ങേയുള്ളൂ. പക്ഷേ സൂപ്പർ ഫൈറ്റർ ആണ്, ഒപ്പം തന്നെ ആക്രമണ സ്വഭാവമുള്ള ജന്തുവും കൂടിയാണ്. അഗ്രസീവ്, ആക്രമണ സ്വഭാവം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. പക്ഷേ കോബ്രയും വിട്ട പുള്ളിയല്ല, അവനും കഴിവ് കൂടിയ ജീവി തന്നെയാണ്. അവൻ എന്ത് ചെയ്യും? അവൻ സ്വിഫ്റ്റായിട്ട് പറന്നിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഏതിൻ്റെ പോലെ? സ്പീഡ് ഓഫ് ലൈറ്റ് പോലെ കഴിവുള്ള ആളാണ് നമ്മളുടെ കോബ്ര. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെയർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അവൻ്റെ വായിൽ, ചാക്ക് പോലത്തെ ഭാഗത്തെല്ലാം അവിടെയും നിറച്ചും വിഷമാണ്. ഷാർപ്പ് ഫാങ്സ് വിഷപ്പല്ല്. were full of deadly venom, വിഷം. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓഫ് ദ ചാമ്പ്യൻസ്. 2 പോരാളികളുടെ യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആരാ 2 പോരാളികൾ? മംഗൂസും കോബ്രയും. ഹിസ്സിങ് ഡിഫിയൻസ് വെല്ലുവിളി. ഹിസ് ഫോഗ്ഡ് ടങ് ഡാട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ഹിസ് ചെയ്തിട്ട്, ഹിസ്സിങ് സൗണ്ട് ആരാ ചെയ്യുക? പാമ്പ് അവൻ്റെ നാക്ക് ഉള്ളിലും പുറകിലും വലിച്ചിട്ട്, സാധാരണ നാക്ക് ഉള്ളിലേക്കും പുറകിലേക്കും വലിക്കുക തന്നെ നമ്മുടെ പാമ്പിൻ്റെ രീതി അല്ലേ? The cobra raised 3 of his 6 feet off the ground. അപ്പോൾ 6 feet ഉയരത്തിൽ കോബ്ര ഉയർന്നു നിന്നു. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾ ഹുഡ്. അവൻ്റെ പത്തി വിടർത്തി നിന്നു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസും അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് അവൻ്റെ വാലിങ്ങനെ വീർപ്പിച്ച് നിന്നു, ബുഷിയാക്കി അവൻ്റെ ടെയിലിനെ. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. ദേഷ്യം കൊണ്ട് ആ മംഗൂസിൻ്റെ മേത്തത്തെ രോമം, അവൻ്റെ നട്ടലിൻ്റെ അവിടുത്തെ രോമങ്ങളൊക്കെ എണീറ്റ് നിൽക്കാൻ തുടങ്ങി. ഏതുപോലെ? ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ദ ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്. അപ്പോൾ എപ്പോൾ പ്രശ്നം വരുമ്പോഴും മംഗൂസിൻ്റെ ഈ ഹെയർ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യം ആ ഹെയർ ഇങ്ങനെ അവൻ സ്പ്രെഡ് ചെയ്തു നിന്നു. Though the combatants were unaware of my presence in the banyan tree,
They soon became aware of the arrival of 2 other spectators. അപ്പോൾ മുകളിലിരിക്കുന്ന എന്നെ ഇവർക്ക് അറിയില്ല ഞാൻ മുകളിലിരുന്ന് വാച്ച് ചെയ്യാന്നുള്ളത്. They soon became aware of the arrival of 2 other spectators. പക്ഷേ പാമ്പിൻ്റെയും മംഗൂസിൻ്റെയും മൂർഖൻ്റെയും മംഗൂസിൻ്റെയും ബഹളത്തിൻ്റെ ഇടയിൽ വേറെ 2 ആൾക്കാർ വരുന്നുണ്ട്. One was Myna and the other was a jungle crow, not the willy urban crow. അപ്പോൾ കറുത്ത കാക്കയും പിന്നെ മൈനയാണ് ഇവരുടെ ബഹളം കേട്ടിട്ട് അടുത്തേക്ക് വന്നത്. They had seen their preparation for battle and had settled on the cactus. ആ കാക്ടസ് ചെടിയുടെ മുകളിലിരുന്നിട്ട് ഈ പാമ്പും കീരിടനും തയ്യാറെടുപ്പുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് യുദ്ധത്തിൻ്റെ. ടു വാച്ച് ദ ഔട്ട്കം, എന്താ റിസൾട്ട്, ഒരു ഔട്ട്കം റിസൾട്ട്, എന്ത് റിസൾട്ടാണ് വരിക നോക്കട്ടെ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദെം. അപ്പോൾ സംതൃപ്തിയോടുകൂടി അവിടെ ഇരിക്കണം. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. പാമ്പ് നമുക്കറിയാം ഒരു വശത്ത് നിന്ന് വേറെ വശത്തേക്ക് ഇങ്ങനെ മെസ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കണം, മംഗൂസിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ റെഡിയായിട്ട് അങ്ങനെ ഫോൾസ് മൂവ്മെൻറ്റ്, ഇപ്പം അറ്റാക്ക് ചെയ്യും അവിടെ അറ്റാക്ക് ചെയ്യും ഇവിടെ അറ്റാക്ക് ചെയ്യും പറഞ്ഞിട്ട് മെസ്മറൈസ് ചെയ്ത മയക്കുന്ന രീതിയിൽ അപ്പുറം ഇപ്പുറം കണ്ണ് വെട്ടിക്കാൻ വേണ്ടി അവൻ സ്വേ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ്. ആ മംഗൂസിൻ്റെ ഒപ്പോണൻ്റ് ആരാ, എതിരാളി ആരാ, നമ്മുടെ കോബ്ര. അവൻ്റെ പവർ അസലായിട്ട് ആർക്കറിയാം, മംഗൂസിനറിയാം. അൺവിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദെം, കണ്ണ് ചിമ്മാതെ. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്. ആരുടെ ഒപ്പോണൻറ്റ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്, കണ്ണ് ചിമ്മാതെ ഇങ്ങനെ സ്റ്റില്ലായി നോക്കി നിൽക്കുകയാണ്. ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദെം, കണ്ണിലേക്ക് നോക്കാണ്ട് മംഗൂസ് നമ്മളുടെ കോബ്ര അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇൻസ്റ്റെഡ് ഹി ഫിസ്റ്റ് ഹിസ് ഗേസ്, കണ്ണിലേക്കല്ല നോക്കിയത്, പകരം അവൻ്റെ കാഴ്ച അവൻ എവിടെ കേന്ദ്രീകരിച്ചു, ഗേസ് നോട്ടം, അറ്റ് എ പോയിൻറ്റ് ജസ്റ്റ് ബിലോസ് ദ കോബ്രാസ് ഹുഡ്. കോബ്രയുടെ പത്തിയുടെ തൊട്ട് താഴെയായിരുന്നു അവൻ്റെ ശ്രദ്ധ മൊത്തം. എവിടെ ശ്രദ്ധിക്കാൻ റെഡിയായില്ല, ആ പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കുക, ശ്രദ്ധ തിരിക്കാനോ റെഡിയായില്ല. ആൻഡ് ഓപ്പൺഡ് ആൻ അറ്റാക്ക്, റെഡിയായി അറ്റാക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്തു. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Moving forward quickly, പെട്ടെന്ന് ഇങ്ങനെ ജാട്ടി മുമ്പിലേക്ക് ചാടിയ ശേഷം ഒരു വ്യാജ പ്രഹരം എന്നോണം, അതായത് ഇപ്പം അറ്റാക്ക് ചെയ്യുന്നോണം ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള വ്യാജ പ്രഹരം, ഫെയിൻ്റ് ആയിട്ടൊന്ന് അറ്റാക്ക് ചെയ്ത പോലെ ഒരു സൈഡിലേക്ക് മാറി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്, പാമ്പ് വേഗം അറ്റാക്ക് ചെയ്തു. ഹിസ് ഗ്രേറ്റ് ഹുഡ് ബിക്കേം സ്ലോലി ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് ഹാവ് സേവ്ഡ് ദ മംഗൂസ്. അത്രയും ഉയരത്ത് നിന്നിട്ടാണ് പാമ്പ് ആഞ്ഞ് താഴേക്ക് കൊത്തിയത്. അപ്പോൾ മുകളിലിരിക്കുന്ന ഞാൻ വിചാരിച്ചു മംഗൂസിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളത്. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ലിറ്റിൽ ഫെലോ ആരാ, മംഗൂസ് ഒരു സൈഡിലേക്ക് മാറിപ്പോയി. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, കോബ്രയെ പോലെ തന്നെ സ്വിഫ്റ്റായിട്ട് സ്പീഡായിട്ട് മുമ്പിലേക്ക് ചാടിയിട്ട് ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, പാമ്പിൻ്റെ പുറകിൽ കഴുത്തിൻ്റെ പുറകിൽ കടിച്ചു. ആൻഡ് ഡാർട്ടിങ് എ വേ ഔട്ട് ഓഫ് ഇറ്റ്സ് റീച്ച്, എന്നിട്ട് വേഗം പാമ്പിൻ്റെ കൊത്തുനിന്ന് മാറി നിന്നു കടി കൊടുത്ത ശേഷം. കാണുന്നുണ്ടോ പിക്ചർ, ബാനിൻട്രയുടെ മുകളിലിരിക്കുന്നു ബോയ്. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം. അപ്പോൾ കോബ്രയുടെയും മംഗൂസിൻ്റെയും ബഹളം കേട്ടിട്ട് ഈ 2 പക്ഷികൾ ഇരിക്കട്ടെ, നമ്മളുടെ ആരൊക്കെ, മൈനയും ക്രോവും അല്ലേ, അവർ വീശി അടിച്ച് വന്നു ബഹളം കാരണം. സാധാരണ പക്ഷികൾ അങ്ങനെ തന്നെയാണ് അല്ലേ, ഹേൾ ചെയ്യുക മീൻസ് വീശി എറിഞ്ഞു വന്നു. ദംസെൽസ് അറ്റ് ഹിം ആൻഡ് ഓൺലി ടു കൊലൈഡ് ഹെവിലി ഇൻ ദ മിഡ് എയർ, ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. ഇത് 2 പിരിക്കാൻ പാകത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കി തിരിച്ച് കാക്ടസ് പ്ലാന്റിൻ്റെ അവിടെ പോയിരുന്നു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. കുറച്ച് ചോരത്തുള്ളികൾ അവിടെ മിന്നിയോ സംശയം നമ്മളുടെ കോബ്രയുടെ ബാക്കിൽ. ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൺ മീൻസ് മിന്ന ഓൺ ദ കോബ്രാസ് ബാക്ക്. ആരാ കടിച്ച്, മംഗൂസ്. ദ കോബ്ര സ്ട്രക്ക് എഗെയിൻ ആൻഡ് മിസ്ഡ്. പിന്നെയും മംഗൂസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല, മിസ്സായിപ്പോയി. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other's instead and returned shrieking to the safety of the cactus. അപ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, പാമ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ബാക്കി 2 ആൾക്കാരെ പോലെ ഇടയിൽ കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് റീച്ച്ഡ് ബാക്ക് ഷ്രീക്കിങ്, നിലവിളിച്ചുകൊണ്ട് ഷ്രീക്ക് ചെയ്തിട്ട് അവനവൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് കാക്ടസിലേക്ക് തിരിച്ചുപോയി. The third round followed the same course as the first, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. 3ാമത്തെ പ്രാവശ്യം അതന്നെ തുടർന്നു, പക്ഷേ ഇപ്രാവശ്യം ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ്, ഇത്തിരി വ്യത്യാസമുള്ള നാടകം സംഭവിച്ചു. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്.
അപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവാണ്ട് ക്രോവും മൈനയും പിന്നെയും ഇവരുടെ ഇടയിൽ കൂടെ വരും. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച്. മൈന വേഗം തിരിച്ച് അവൻ്റെ കൊമ്പിൽ തന്നെ പോയിരുന്നു, പേർച്ച്. ബട്ട് ദ കോബ്ര ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺഡ് ബാക്ക്. കോബ്ര മിഡ് എയറിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലോ, തിരിഞ്ഞിട്ട് ഇൻ ദ സെക്കൻഡ് it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the cobra's body. അപ്പോൾ അവൻ്റെ ആഞ്ഞുള്ള വരവിൻ്റെ അടി കൊണ്ടിട്ട് കോബ്രയുടെ ബോഡിയിൽ പോയി തട്ടി. I saw the bird flung nearly 20 feet across the garden. ആ അടി കൊണ്ടിട്ടുള്ള ക്രോ എത്ര ദൂരം പറന്നുപോയി? 20 feet പറന്നുപോയി. ആരുടെ അടി കാരണം? കോബ്രയുടെ സ്ട്രൈക്ക് കാരണം. കോബ്ര വെറും തട്ടിയോ ചെയ്തുള്ളൂ, ഗ്രേറ്റ് ഫോഴ്സ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്തതുള്ളൂ. വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ ഇറ്റ് ലേ സ്റ്റിൽ. കുറേ നേരം പടഞ്ഞിട്ട് അനങ്ങാണ്ട് കിടന്നു, സ്റ്റിൽ അനങ്ങാണ്ട്. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് വെരി വൈസ്ലി. ബുദ്ധിമാനായിട്ടുള്ള മൈന കാക്ടസ് പ്ലാന്റ് തിരിച്ചു പോയിട്ട് അവിടെ മിണ്ടാതിരുന്നു. റിഫ്രെയിൻഡ് ഫ്രം ഇൻറ്റർഫിയറിങ് അഗെയിൻ. ഇനി ഞാൻ ഇടപെടില്ല എന്നുള്ള ഉറപ്പിൽ. ദ കോബ്ര വാസ് വീക്കണിങ് ആൻഡ് മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. അപ്പോൾ ഇത്രയും ഉയരത്ത് ചാടി ചാടി അറ്റാക്ക് ചെയ്തിട്ട് കോബ്ര വീക്കണായി. പക്ഷേ ഒരു പേടിയില്ലാണ്ട് മംഗൂസ് മുന്നോട്ട് തന്നെ പോയതു. റേസ്ഡ് ഹിംസെൽഫ് ഇൻ ഹിസ് ഷോർട്ട് ലെഗ്സ്. ഇങ്ങനെ രണ്ട് കാലം ഉയർന്നിരുന്ന് നോക്കി. വിത്ത് ഇറ്റ് ലൈറ്റിംഗ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ദ കോബ്ര വിതേർഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ ഫ്രൈറ്റനിങ് മാനർ. പേടിച്ച് പൊളയാൻ തുടങ്ങി. വിതർ വേദന കൊണ്ട് പുളയുക. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. മംഗൂസിൻ്റെ ചുറ്റി വരിഞ്ഞു അത്. ബട്ട് ഓൾ ടു നോ അവെയിൽ. പക്ഷെ ഒരു ഉപകാരം ഉണ്ടാവില്ല. ദ ലിറ്റിൽ ഫെല്ലോ ഹങ് ഗ്രിംലി ഓൺ ഹിം. ലിറ്റിൽ ഫെല്ലോ ആരാ? മംഗൂസ് മുറുകെ പിടിച്ചിരുന്നു നമ്മുടെ സ്നേക്കിന്. അൺടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. സീസ്ഡ് സ്റ്റോപ്പ്, സ്ട്രഗിൾ ചെയ്യും. ഇങ്ങനെ പടയിലും ഇവനെ അറ്റാക്ക് ചെയ്യലൊക്കെ നിർത്തുന്നവരെ നമ്മുടെ മംഗൂസ് അവനെ മുറുകെ കടിച്ചു പിടിച്ചിരുന്നു. He then smelt along its quivering length and gripping it around the hood. അവൻ്റെ പത്തി മൊത്തം ചുറ്റി അങ്ങോട്ട് പിടിച്ചു. Dragged it into the bushes. വലിച്ചു കൊണ്ടുപോയി ബുഷസ്, ആ കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിലേക്ക്. The myna dropped cautiously to the ground. ആ പേർച്ച് ചെയ്തിട്ടുള്ള കൊമ്പിൽ നിന്നും പതുക്കെ താഴെ ഇറങ്ങിയിട്ട് മൈന ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ നടന്നു നോക്കി. ഹോപ്പ് വെച്ചാൽ പതുക്കെ പതുക്കെ നടക്കുക, പക്ഷികൾ നടക്കുന്നത്. And peered into the bushes from the safe side. And then with a shrill cry of congratulation flew away. ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞോന്ന് തോന്നി. അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ മൈന പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാനും ശ്രദ്ധയോടുകൂടി പതുക്കെ ഇറങ്ങി വീട്ടിൽ പോയി. എന്നിട്ട് മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. He was pleased that the mongoose had won. മുത്തശ്ശന് സന്തോഷമായി മംഗൂസ് ജയിച്ചു എന്ന് കണ്ടപ്പോൾ. കാരണം he had encouraged it to live in the garden. എന്നീ മംഗൂസ് എൻ്റെ ഗാർഡനിൽ ഇരുന്നോട്ടെ. കാരണം to keep away the snakes and fed it regularly with scraps from the kitchen. അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും മംഗൂസ് ഇട്ട് കൊടുക്കും, തിന്നോട്ടെ. കാരണം എന്ത് ചെയ്യും? to keep away the snakes. സ്നേക്സ് നമ്മളുടെ ഗാർഡനിൽ നിന്നും കീപ്പ് അവേ ചെയ്യാൻ, അവിടുന്ന് ഓടിച്ചു കളയാൻ ആർക്ക് മാത്രമേ പറ്റൂ? നമ്മളുടെ മംഗൂസിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് മുത്തശ്ശന് ആരെ ഇഷ്ടമായി? മംഗൂസിനെ ഇഷ്ടമായി. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ്. പക്ഷെ ഒരിക്കലും മെരുക്കിയെടുക്കാൻ നോക്കിയിട്ടില്ല മുത്തശ്ശൻ. കാരണം ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ ദ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ഇത് ഇമ്പോർട്ടൻറ്റ് ലൈനാണ് മക്കളെ. എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അതിനെ ടേം ചെയ്യാതിരുന്ന്, മെരുക്കി എടുക്കാതിരുന്ന്, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാതിരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈൽഡ് മംഗൂസിനാണ് കുറച്ചും കൂടി ശൗര്യത കൂടുക. അത് സുഖമായിട്ട് എന്തിനെ അറ്റാക്ക് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും? പാമ്പിനെ അറ്റാക്ക് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യില്ല എന്ന് മുത്തശ്ശൻ തീരുമാനിച്ചു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. ഇപ്പോൾ സാധാരണ പോലീസ് ഓഫീസേഴ്സൊക്കെ പെട്രോൾ ചെയ്യുന്ന പോലെ ഈ മംഗൂസ് ഇങ്ങനെ ചുറ്റി നടക്കും, ഗാർഡന് ചുറ്റും വല്ല തിരഞ്ഞു നടക്കുന്ന ആൾക്കാർ പോലെ, സംരക്ഷിക്കുന്ന ആൾ പോലെ നടക്കണം. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരു ദിവസം ഈ മംഗൂസിൻ്റെ വായിൽ ഞാൻ എന്ത് കണ്ടു? എഗ്ഗ് കണ്ടു. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പൗൾട്രി ഹൗസ്. നമ്മളുടെ കോഴികളൊക്കെ വെക്കുന്ന അവിടേക്ക് പോയിട്ടുണ്ടാവണം, അല്ലാതെ ഇവനെങ്ങനെ ഈ എഗ്ഗ് കിട്ടിയിട്ടുണ്ടാവുക?
ആൻഡ് ഹി ഹാഡിൻ ഹാംഡ് ദ ബേർഡ്സ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ബേർഡ്സിനെ ഒന്നും ഹാം ചെയ്തില്ല. പോൾട്രി ഹൗസ് നമ്മളുടെ ചിക്സിനെയൊക്കെ വെക്കുന്ന സ്ഥലം, കോഴികളെ വെക്കുന്ന സ്ഥലം. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് forgive him for stealing as long as he kept the snakes away from house. ഒരു മുട്ടയൊന്നും പോയാൽ കുഴപ്പമൊന്നുമില്ല, പകരം ആര് വരണ്ട? കോബ്ര വരണ്ട, സ്നേക്സ് വരണ്ട എന്നാണ് ഗ്രാൻഡ് മദറുടെ വിഷ്. അതുകൊണ്ട് ഗ്രാൻഡ് മദർ ഒരിക്കലും എന്ത് ചെയ്യില്ല? നമ്മളുടെ മംഗൂസിനെ ശിക്ഷിക്കില്ല, forgive ചെയ്യും, എക്സ്ക്യൂസ് കൊടുത്തോളും. The banyan tree was also setting for what we were to call strange case of grey squirrel and white squirrel rat. ഇനി ഒരു ഗ്രേ സ്കുറിലിൻ്റെയും വൈറ്റ് സ്കുറിലിൻ്റെയും റാറ്റിലത്തെ സെറ്റിങ്ങും കൂടി അവിടെ നടന്നിട്ട് ബാനിയൻ ട്രീയിൽ. എന്താണ്? ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. മുത്തശ്ശൻ്റെയാണ് വൈറ്റ് റാറ്റ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അനാസ്. ഇതൊക്കെ മക്കൾ ശ്രദ്ധിക്കണം. 4 അനാസിന് വൈറ്റ് റാറ്റിന് മുത്തശ്ശൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടതാണ്. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ഞാൻ ഇതിനെ എവിടേക്ക് കൊണ്ടുപോകും? ബ്രാഞ്ചസിലേക്കും റൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്, ഈ ഓൾഡ് ട്രീയുടെ അടുത്തേക്ക്, ബാനിയൻ ട്രീയുടെ അടുത്തേക്ക്. ബാനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്കുരൽസ്. അവിടെയുള്ള സാധാരണ ഗ്രേ സ്കുരലായിട്ടും ഫ്രണ്ട്ഷിപ്പായി. ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ദെയർ ലിറ്റിൽ എക്സ്കേർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. രണ്ടാളും തമ്മിൽ ഒരു എക്സ്കേർഷന് പോണ പോലെ പോയിട്ടുണ്ടാവണം. ഇതൊക്കെ ഇമാജിനേഷനാണ്. വെൻ ദ സ്കുരൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ് അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് അപ്പ് ഇൻ മൈ പോക്കറ്റ്സ്. അപ്പോൾ എൻ്റെ കൂടെ ഗ്രേ സ്കുരൽ കൂട് കെട്ടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എൻ്റെ പോക്കറ്റിലാണ് കൂട് കെട്ടാൻ ശ്രമിച്ചത്. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻ ഡോസ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ്, വീട്ടിൽ പോയിട്ട് വസ്ത്രം മാറുന്ന സമയത്ത് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. എൻ്റെ പോക്കറ്റിൽ നിന്നും വൈക്കോലും പുല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ വീഴാറുണ്ട്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദർ നിറ്റിംഗ് വാസ് മിസ്സിങ്. ഒരു ദിവസം മുത്തശ്ശിയുടെ തുന്നുന്ന സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്. ആൻഡ് വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവ്രിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. എല്ലാം അവിടെയും തിരഞ്ഞു, പക്ഷെ കണ്ടുകിട്ടിയില്ല. വിത്തൗട്ട് സക്സസ്. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻറ്റിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. ഒരു ദിവസം ഞാൻ ബാനിയൻ ട്രീയുടെ അവിടെ കയറിയപ്പോൾ നെക്സ്റ്റ് ഡേ എന്ത് കണ്ടു? അവിടെ എന്തോ മിന്നുന്ന കണ്ടു, ഗ്ലിൻറ്റ് ചെയ്യണം കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, എന്താ മിന്നുന്ന നോക്കാൻ വേണ്ടി പോയപ്പോൾ ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റിൽ നീറ്റിംഗ് നീഡിൽ. മുത്തശ്ശി തുന്നുന്ന നീഡിലിൻ്റെ സൂചിയുടെ ഒരു അറ്റാണ് മിന്നിയത്, എനിക്ക് മനസ്സിലായി. ഓൺ ലുക്കിംഗ് ഫർദർ, എന്നിട്ട് അതിൻ്റെ ബാക്കി ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നെറ്റിംഗ്. അവിടെ ആ ഹോൾ ചെറിയൊരു പൊത്ത് മൊത്തം എന്താണ്? ഇവൻ്റെ നൂലും സൂചിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. ആൻഡ് അമംഗ്സ് ദ വുൾ വെർ 3 baby squirrels, all of them were white. ആ വൈറ്റ് ബേബി സ്കുറിൽസിനെയാണ് കണ്ടത്. വൈറ്റ് ബേബി സ്കുറിൽസ് മക്കളെ, അതൊന്നും കൂടി ശ്രദ്ധിക്കണം. സ്കുറിൽസ് എപ്പോഴും ഗ്രേഷ് കളറാണ്, ഇവിടെ വൈറ്റ് ബേബി സ്കുറിൽസ് ആണ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്കുറിൽസ് ബിഫോർ. ഗ്രാൻഡ് ഫാദർ ഇതിനു മുമ്പ് വൈറ്റ് സ്കുറിൽ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദെം ഇൻ വണ്ടർ. വൈറ്റ് സ്കുറിലോ? ഞങ്ങൾ അതിശയത്തോടുകൂടി നോക്കി. വി വെർ പസിൽഡ് ഫോർ സം ടൈം. But when I mentioned that the white rat's frequent visit to the tree, grandfather told me that the rat must be the father. മുത്തശ്ശനോട് ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ വൈറ്റ് റാറ്റിൻ്റെ ഫ്രീക്വൻറ്റ് ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റ്. ആൻഡ് എപ്പോഴും പോണ ഈ വിസിറ്റിൻ്റെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വൈറ്റ് റാറ്റ് അവിടെ പോവാറുണ്ട്. മുത്തശ്ശ എപ്പോഴും പോവാറുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും പോവാറുണ്ട്. Grandfather told me that the rat must be the father. മുത്തശ്ശൻ പറഞ്ഞപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വൈറ്റ് റാറ്റ് ആയിരിക്കണം ഫാദർ. സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദെം ടു ഹാവ് ഓഫ് സ്പ്രിങ്സ് ഇൻ ദിസ് കേസ് വൈറ്റ് സ്കുറിൽസ്. അപ്പോൾ അതിൻ്റെ അച്ഛൻ നമ്മളുടെ വൈറ്റ് റാറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മളുടെ റാറ്റിൻ്റെ കുഞ്ഞു കുട്ടികളായിരിക്കണം, ഓഫ് സ്പ്രിങ്സ് ആയിരിക്കണം. ആര്? ഈ വൈറ്റ് ബേബി സ്കുറിൽസ്. മക്കൾക്ക് ഇത് നന്നായി മനസ്സിലായി തോന്നുന്നു. നമുക്ക് റിവിഷൻ ചെയ്യണം. ഈ ക്ലാസ് ശ്രദ്ധിച്ച ശേഷം നമ്മൾ റിവിഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.